മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ബിജെപി നിയമസഭാ കക്ഷി യോഗം നാളെ മുംബൈയിൽ നടക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യത്തിലാണ് തീരുമാനം ഇനി ഉണ്ടാകേണ്ടത്. നാളെ നിയമസഭാ കക്ഷി യോഗം മുംബൈയിൽ നടക്കാൻ പോവുകയാണ്. നിർണായകമായ യോഗം തന്നെ ആയിരിക്കില്ലേ? മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. ബിജെപി നിയമസഭാ കക്ഷി യോഗം നാളെ നടക്കുവാൻ പോവുകയാണ്. നിർണായകമായ യോഗം തന്നെയാണ് നാളെ നടക്കുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനവും യോഗത്തിൽ തീരുമാനിക്കും. വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബിജെപി വിജയിച്ചിരിക്കുന്നത്. ഇനി ഷിൻഡെ ആണോ അതോ ഫഡ്നാവിസ് ആണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്തായാലും നേരത്തെ തന്നെ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി ആണ് മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രധാനമന്ത്രി പറയുന്ന എന്ത് കാര്യവും തങ്ങൾ അതിനോട് യോജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആരാകുമെന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ, മുഖ്യമന്ത്രി സ്ഥാനത്ത് ആരാകുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി തീരുമാനം അറിയാനുള്ളൂ. തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് പലയിടത്തായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. നാളെ ബിജെപി നിയമസഭാ കക്ഷി യോഗവും മുംബൈയിൽ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ അമിത്ഷായുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ മാത്രം ഇനിയൊരു തീരുമാനം ഉണ്ടായാൽ മതി. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, നാളെ ബിജെപി നിയമസഭാ കക്ഷി യോഗം മുംബൈയിൽ നടക്കുന്നു. നിർണായകമായ യോഗം തന്നെയായിരിക്കില്ലേ നാളെ നടക്കാൻ പോകുന്നത്? രജനി, നാളെ വൈകുന്നേരമാണ് മുംബൈയിൽ ബിജെപിയുടെ നിയമസഭാ കക്ഷിയോഗം നടക്കുന്നത്. കേന്ദ്ര നിരീക്ഷകരായ നിർമ്മല സീതാരാമന്റെയും വിജയ് റൂപാണിയുടെയും നേതൃത്വത്തിലാകും ബിജെപിയുടെ MLA-മാർ യോഗം ചേരുക. ഈ യോഗത്തിൽ തങ്ങളുടെ കക്ഷി നേതാവിനെ ഒരു MLA ആദ്യം ഒരു പേര് നിർദ്ദേശിക്കും. പിന്നീട് ആ പേരിനെ മറ്റ് MLA-മാർ പിന്തുണയ്ക്കുന്ന ശൈലിയാണ് BJP-യിൽ സാധാരണയായി ഉള്ളത്. ഭൂരിപക്ഷം MLA-മാരുടെയും വികാരത്തിനനുസരിച്ച് പിന്നീട് ആ പേര് ഈ കേന്ദ്ര നിരീക്ഷകരായി എത്തിയിട്ടുള്ള നിർമ്മല സീതാരാമനും വിജയ് റൂപാണിയും ഒപ്പം ആരാണോ നിയമസഭാ കക്ഷി നേതാവാകുന്നത് ആ വ്യക്തിയെ കൂടി ഇരുത്തിക്കൊണ്ടുള്ളൊരു വാർത്താ സമ്മേളനത്തിലൂടെയാകും ഔദ്യോഗികമായി അറിയിക്കുക. എന്തായാലും ഇനിയും നാളെ വൈകുന്നേരം വരെയുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. മറ്റന്നാളാണ് മുംബൈയിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ധാരണ നേരത്തെ തന്നെ മുന്നണിക്കകത്ത് ആയിരുന്നു. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി തുടരും. അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡെയോ അതല്ലെങ്കിൽ ശിവസേനയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീകാന്ത് ഷിൻഡെയോ ഏതെങ്കിലും ഒരാൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. മുഖ്യമന്ത്രി പദം BJP-ക്ക് തന്നെ നൽകുമെന്ന് സംബന്ധിച്ച് വളരെ മുൻപ് തന്നെ ധാരണയിലെത്തിയിരുന്നു. അതിനാൽ നാളത്തെ നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വൈകുന്നേരം മുംബൈയിൽ ഈ യോഗം നടക്കും. മറ്റന്നാൾ ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. രജനി, ശരി, ഗൗതമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.